ഹായ് ഗായ്സ്, ഇത് ബീഫാണേ. ബീഫ് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണേ. ബീഫ് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് അത് ഒരു പെരട്ടി കണക്കെടുക്കാം. അപ്പോൾ അതേ കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4-5 വിസിലാവുമ്പോഴേ ഇത് വേവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിനെ അങ്ങോട്ട് വേവിച്ചെടുത്തു. ഇത് ഓയിലാണ്. എനിക്ക് വാഴയ്ക്കപ്പം പൊരിച്ചത്, അതായത് ഇന്ന് രാവിലെ പൊരിച്ചതിൻ്റെ എണ്ണയാണ്. അപ്പോൾ ആ വാഴയ്ക്കപ്പം പൊരിച്ച എണ്ണയിൽ തന്നെ ഞാനിതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് ആ ഓയിലിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് കിണ്ടി കൊടുക്കണം. അവരങ്ങോട്ട് അവിടെ കിടന്ന് കിണ്ടട്ടെ. ഇത് നല്ലതുപോലെ കിണ്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വേവിച്ച് വെച്ചിരിക്കുന്നതായ ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ആ ഓയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതും കൂടെ അങ്ങോട്ട് യോജിപ്പിക്കണം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവരുമായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കാണിച്ച് തരാമെന്ന് അതിന് മുന്നേ വെപ്രാളം എന്താ ചെയ്യോ. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇത് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണേ. ആ ഒരു സ്റ്റിക്കിൻ്റെ അളവിൽ 2 പ്രാവശ്യം ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇത് ഞാൻ ഇറച്ചി ഉപ്പിട്ട് വേവിച്ചതാണേ കുക്കറിൽ. ഓവർ വെള്ളമൊന്നും ഒഴിച്ചിട്ട് വേവിക്കൽ, കുറച്ച് വെള്ളം മാത്രം. കാരണം ഇതിൽ വെള്ളം ഊറി വരും, ഏതിൽ, ബീഫിൽ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഇട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ വേവിച്ചെടുക്കണം. അങ്ങനെ ഇത് പെരിഞ്ചീരകപ്പൊടിയാണേ, അതും കൂടി കുറച്ചിട്ട് വേവിച്ചു. അതിന് ശേഷം മുളക് പൊടി, ഇതെല്ലാം ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണേ. അങ്ങനെ അതും ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് യോജിക്കണം. ഇത് മല്ലിപ്പൊടിയാണേ, മല്ലിപ്പൊടി അതും 1 സ്പൂൺ ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ആ ഓയിലിൽ തന്നെ വശക്കി അങ്ങോട്ട് എടുക്കണം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് വെച്ചപ്പോൾ. നമ്മൾ സവാള എന്നും അരിഞ്ഞ് പറക്കി ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാലം ഇത് വേവിച്ച് വെച്ച്, ഈ ബീഫ് വേവിച്ചില്ലേ, അതിൻ്റെ വെള്ളമാണ് 1/2 ഗ്ലാസ് വെള്ളം. ആ ബീഫ് വേവിച്ച വെള്ളം ഞാൻ കളഞ്ഞില്ല. അതും ഈ ഇറച്ചിയുടെ കൂടെ അങ്ങോട്ട് മൊത്തം ഒഴിച്ചു കൊടുത്തു, 1/2 ഗ്ലാസ്. എന്നിട്ട് കുറച്ച് കറിവേപ്പില, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ പുറത്തു കൂടി നമുക്ക് മല്ലിച്ചേട്ടനെയും കൂടി ഇടണം. മല്ലിച്ചേട്ടനെ ഞാൻ എന്താ കഴുകി പറക്കിയെടുത്തു, ഇപ്പം കൊണ്ടുവരും. ഇപ്പം അതും കൂടെ അരിഞ്ഞങ്ങോട്ട് ഇടണം. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൻ്റെ കറി ഹത്തം ഹോഗയ. കൊണ്ടുവന്നിട്ടുണ്ട്, അരിഞ്ഞ് പറക്കിയിടുക. നല്ലതുപോലെ ഈ മല്ലിയില എപ്പോഴും കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഉരസി കഴുകണം കേട്ടോ, ഇല്ലെങ്കിൽ മണ്ണ് അതിൽ കാണും. ഇത് തക്കാളിയാണ്, ടൊമാറ്റോ സോസ്, അതും കൂടി കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറി. ചപ്പാത്തിക്ക്, പൊറോട്ടയുടെ കൂടെ, അപ്പത്തിന്, എല്ലാത്തിൻ്റെ കൂടെ ഇത് കഴിക്കാം. നല്ല ഇറച്ചി നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയായിരുന്നു. കാരണം നല്ല ഇറച്ചിയായിരുന്നേ. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് ഇത് വെച്ചപ്പോൾ. ആ ടേസ്റ്റ് ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചില്ല, ഇട്ട് കൊടുത്തു. സോറി. ഇങ്ങനെയൊക്കെ തെറ്റുകൾ വരും കേട്ടോ. ഈ സംസാരിക്കുമ്പോഴേ പൊട്ടത്തെറ്റെല്ലാം വരും. നിങ്ങളൊന്നും കേട്ട് കാര്യമാക്കരുതേ. ഇങ്ങനെയാണ് കേട്ടോ. നല്ല കറിയാണ് വെച്ച് നോക്കുക. നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.